ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 10 പാർട്ടുകൾക്ക് ശേഷം ഒരു ദിവസത്തെ ബ്രേക്കിന് ശേഷം 11ാമത്തെ പാർട്ടാണ്. 31 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. 32ാമത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. 32ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇത് 2024 ജൂലൈ 27 നടന്ന പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തെ കറണ്ട് അഫെയർ ആണിത്. ആ സമയത്ത് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖാണ് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇരുന്നായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഉത്തരം ഏതായിരിക്കും? ഈ പറയുന്ന 2 ശരി എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് അത് നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ നിലവിലുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജാംദാർ. പേര് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നിതിൻ മധുകർ ജാംദാർ എന്നോർക്കുക. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നീ മതി ജഡ്ജെ എന്നുള്ള ആ ഒരു ലെവലിൽ കണ്ടാൽ നിങ്ങൾക്ക് നീ എന്നും മതി എന്നുള്ളത് മധു എന്നും ജഡ്ജ് എന്നുള്ളത് ജായും ദായും ഇത്രയും കിട്ടുമ്പോഴത്തേക്കന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ടാവും. നീ മതി ജഡ്ജെ എന്നുള്ള ലെവലിൽ കണ്ടാൽ നിതിൻ മധുകർ ജാംദാർ എന്ന ഒരു പേരെന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കാം. നമുക്ക് അദ്ദേഹം ബോംബെ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, മഹാരാഷ്ട്രക്കാരനാണ്. ബോംബെയിൽ നിന്നുള്ള 4ാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്തകളുണ്ടായിരുന്നു. സോ അതൊക്കെ ഒരു പ്രസ്താവനയായിട്ടൊക്കെ വരാം. മുമ്പ് ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആളുകളാണ്. സുജാത മനോഹർ വന്നിട്ടുണ്ട്, AV സാവന്ത് വന്നിട്ടുണ്ട്, BN ശ്രീകൃഷ്ണ. പിന്നെ 4ാമത്തെ ആളാണ് ആര്? നിതിൻ മധുകർ ജാംദാർ. അപ്പോൾ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ ബോംബെയിൽ നിന്നുള്ള 4ാമൻ. ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് വന്നത്, മഹാരാഷ്ട്രക്കാരനാണ്. സുജാത മനോഹറിനും AV സാവന്തിനും BN ശ്രീകൃഷ്ണക്കും ശേഷം 4ാമൻ. അപ്പോൾ അത്രയാണ് അവിടെ ഓർത്തിരിക്കാനുള്ളത്. അടുത്തത് 33ാമത്തെ ചോദ്യം, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന. വെള്ളനിറം മുന്നറിയിപ്പ് ഇല്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. അത് പിന്നെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാലോ. വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം അല്ലെങ്കിൽ പ്രസന്നമായ കാലാവസ്ഥ എന്നുള്ള ലെവലിലേക്കൊക്കെ, അതായത് മഴയുടെ ആണെങ്കിലും വെള്ളയൊന്നും അങ്ങനെ എന്ത് ചെയ്യാറില്ല, അങ്ങനെ പ്രഖ്യാപിക്കാറില്ല. പച്ച നിറം മുന്നറിയിപ്പ് ഉണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. പച്ച എന്തായാലും എന്ത് ചെയ്യില്ല, വലിയ തോതിലുള്ള മഴയൊന്നും അല്ല. അടുത്തത് മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അത് കറക്റ്റാണ്. 4 ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നും സൂചിപ്പിക്കുന്നു. അതെന്തായാലും അല്ലല്ലോ, നമ്മളിവിടെ നോർമലി കണ്ടാൽ മതി. എങ്ങനെയെന്നറിയോ, നമുക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പ്രധാനമായിട്ടും വരുന്നത് 3 എണ്ണമാണ്. ആദ്യം നമുക്ക് മഞ്ഞ നമുക്ക് ഒന്നുകൂടെ അങ്ങോട്ട് കളർ കൂടിയാൽ ഏതാവും? ഓറഞ്ച് ആവും. ഓറഞ്ചും പിന്നെ ഒന്നുകൂടെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ റെഡ് ആവും. ഈ 3 എണ്ണമാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. അതാണ് മെയിൻ ഹൈലൈറ്റ്. അതല്ലാതെ വെള്ളയും പച്ചയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ആൻസർ ചെയ്തേ വരുള്ളൂ. നമുക്ക് 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ. നമുക്ക് ആ മഴ മുന്നറിയിപ്പുകൾ നോക്കാം. മഴ ശക്തി പ്രാപിച്ചു തുടങ്ങിയാൽ ആദ്യം പ്രഖ്യാപിക്കുക ഏതാണ്? യെല്ലോ അലേർട്ടാണ്. ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം, സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടണം, ഭയപ്പെടേണ്ട സാഹചര്യമില്ല. അപ്പോൾ മഴ ഒന്ന് ശക്തിയായി കഴിഞ്ഞാൽ ആദ്യം പ്രഖ്യാപിക്കുക ഏതാണ്? യെല്ലോ അലേർട്ടാണ്, മഞ്ഞയാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. 2ാമത്തെ മുന്നറിയിപ്പാണ് ഏത്? ഓറഞ്ച് അലേർട്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകളിലാണ് എന്ത് ചെയ്യുന്നത്? ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമ്പോഴാണ് ഓറഞ്ച് അലേർട്ട്. ജാഗ്രതാ മുന്നറിയിപ്പാണ്. സുരക്ഷാ തയ്യാറെടുപ്പുകൾ തുടങ്ങണം, മാറ്റി താമസിക്കൽ ഉൾപ്പെടെ അധികൃതർ ആരംഭിക്കേണ്ടതോ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതോ ആയ ഘട്ടം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ കണ്ടത്? ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കണം എന്നായിരുന്നു, ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നും സൂചിപ്പിക്കുന്നു എന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ആദ്യം യെല്ലോ, പിന്നെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പാണെന്ത്? തയ്യാറെടുപ്പുകൾ തുടങ്ങാനുള്ളതാണ് ഇത്, ഓറഞ്ച്. ഇനിയോ ഏറ്റവും ജാഗ്രത വേണ്ട മുന്നറിയിപ്പാണ് ഇത്, റെഡ് അലേർട്ട്. റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. കർശന സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ട ഘട്ടം.
ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്നും എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്കോ ക്യാമ്പുകളിലേക്കോ മാറ്റി താമസിപ്പിക്കുക. അപ്പോൾ റെഡ് അലേർട്ട് ആയിക്കഴിഞ്ഞാൽ അതെന്താണ്? അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളിടത്താണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റെഡ് അലേർട്ട്. അപ്പോൾ അവിടെ മാറ്റി പാർപ്പിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? തുടങ്ങണം. മറ്റേത് ഒരുങ്ങിയാൽ മതി, ഓറഞ്ച് ആകുമ്പോൾ ഒരുങ്ങിയാൽ മതി. ഇനിയോ വെള്ള നിറം രേഖപ്പെടുത്തിയിട്ടുള്ള ജില്ലകളിൽ ചാറ്റൽ മഴ. അതാണ് വെള്ളക്ക് വലിയ പ്രാധാന്യം, അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത അവസ്ഥ. പച്ച നിറമുള്ള ജില്ലകളിൽ മിതമായ മഴയുണ്ടാകും. അപ്പോൾ ഇവിടെ വെള്ളയും പച്ചയൊക്കെ തന്നിരുന്നല്ലോ. മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. ചെറിയ ചാറ്റൽ മഴയ്ക്കുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. പച്ചയോ മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിലല്ല, മിതമായ മഴ. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. വെള്ള ചാറ്റൽ മഴ, പച്ച മിതമായ മഴ, യെല്ലോ ആണ് എന്ത് ചെയ്യുന്നത്? ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നത്. നിരീക്ഷിച്ചാൽ മതി. ഓറഞ്ച് ആകുമ്പോഴോ ജാഗ്രത വേണം, ഒരുക്കങ്ങൾ വേണം, അതിശക്തമായ മഴ. റെഡ് ആകുമ്പോൾ അതിതീവ്ര മഴ, ഏറ്റവും ജാഗ്രത വേണം, പിന്നെയോ കർശന സുരക്ഷാ നടപടികളൊക്കെ സ്വീകരിക്കണം. അപ്പം മഴ മുന്നറിയിപ്പുകൾ മനസ്സിലായപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവുന്നത് ഇതൊക്കെ എത്ര മുകളിലാണ്, അല്ലെങ്കിൽ എത്ര മഴയാണ്, ഇതിന് വല്ല അളവുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളവിടെ അറിഞ്ഞിരിക്കുന്നത് എന്ത്? യെല്ലോ എന്ന് പറയുന്നത് 64.5 mm മുകളിൽ മഴ പെയ്യുമ്പോഴാണ്. അപ്പോൾ ആ മൂന്നെണ്ണം ഒന്ന് അറിഞ്ഞിരിക്കണം. യെല്ലോ എന്ന് പറയുന്നത് 64.5 mm മുകളിൽ മഴ പെയ്യുമ്പോഴാണ്. ഇനിയോ അത് 115.5 വരെയാണ്. അത് നിങ്ങൾ ഈ ഒരെണ്ണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓറഞ്ച് എന്ന് പറയുന്നത് 115.6 mm മുകളിൽ, 115.6 mm മുകളിൽ. അപ്പോൾ ഇവിടെ യെല്ലോ എന്ന് പറയുന്നത് 64.5. ഓറഞ്ച് എന്നുള്ളതിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഏത് കാണാം? ഓരഞ്ച് എന്ന് കാണാം. കണ്ടോ? ഓരഞ്ച് എന്നുള്ളത് ആ 15 കിട്ടിയാൽ പിന്നെ എന്തായാലും 115 എന്നുള്ളൊരു ലെവലിൽ കണ്ടാൽ മതി. അപ്പോൾ ആദ്യത്തേത് 64.5 മുകളിൽ, രണ്ടാമത്തേത് 115.6 മുകളിൽ, പിന്നെയോ റെഡ് 204.5 മുകളിൽ. അപ്പോൾ റെഡൊക്കെ പ്രഖ്യാപിച്ചാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? വീട്ടിലങ്ങോട്ട് ഇരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കി വീട്ടിലങ്ങോട്ട് ഇരുന്നാൽ എന്നുള്ളതിൽ തന്നെ എന്നുള്ളതിൽ 2 4, അപ്പോൾ 204. അപ്പോൾ അങ്ങനെ കിട്ടുമല്ലോ. ഓറഞ്ച് എന്നുള്ളത് ഓരഞ്ച്, റെഡ് പ്രഖ്യാപിച്ചാൽ പിന്നെ വീട്ടിലങ്ങോട്ട് ഇരുന്നാൽ മതി. 24 എന്നുള്ളതിൽ തന്നെ 4 എന്ന് നിങ്ങൾക്ക് അവിടെ കാണാം. യെല്ലോ 64.5 mm മുകളിൽ. ഇത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഉണ്ടായിരുന്ന ആ ഒരു അലേർട്ടുകളാണ്. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഓറഞ്ച് ഉണ്ട്, ഇവിടെ കണ്ടോ റെഡ് ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നത്, പിന്നെ ഇവിടെ ഓറഞ്ചാണ്, ഇവിടെ യെല്ലോ ആണ്, ഇവിടെ ഗ്രീനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ടാവും, ഇതൊക്കെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കാറുണ്ടോ, ഗ്രീനൊക്കെ പ്രഖ്യാപിക്കാറുണ്ടോ എന്നുള്ള ലെവലിലേക്കൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അവിടെ കാണിച്ചു എന്നുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ 64.5 115.6 204.5 അത്രയും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, ടെൻഡനാണ് ഉത്തരം വരുന്നത്. നമുക്ക് SCERTയിൽ സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഏരിയയാണ് ഏതെന്ന് പറയുന്നത് യോജക കലകൾ എന്ന് പറയുന്ന ഈ ഭാഗം. ഇപ്പം യോജക കലകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് യോജക കല എന്ന് പറയുന്നത് മറ്റ് കലകളെ പരസ്പരം യോജിപ്പിക്കുക. പേരിൽ തന്നെ ഉണ്ട്, യോജിപ്പിക്കുന്ന കലകൾ എന്ന് ഓർത്താൽ മതി. മറ്റ് കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന കലകളാണ് ഇത് യോജക കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ടെൻഡനുകൾ. അതിലെ നമ്മൾ ചോദ്യം കണ്ടത്
പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ടെൻഡൻ. അതല്ല ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഇത് ചിലർക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. യോജകകല, പേശികല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾ പാണ്ടിപ്പടയിൽ ഈ സീന് കണ്ടിട്ടുണ്ടാവും. കുറച്ച് ഗുസ്തിക്കാരുമായിട്ട് നവ്യ നായരോടും രാജം പി ദേവിനോടും ചോദിക്കാൻ ചെല്ലുന്നില്ലേ? എന്നിട്ട് ദിലീപ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ദിലീപ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പോയിട്ട് നവ്യ നായരോട് ഇവൻ പറയുന്നുണ്ട് പേസടി എന്ന് പറയുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ആ ഒരു പേസടി എന്ന് പറയുന്നതും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾ അതിൽ ഈ ഗുസ്തിക്കാൻ എനിക്ക് സീൻ ഓർമ്മ വേണം കേട്ടോ. ഈ സീൻ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിലീപ് ഇംഗ്ലീഷിനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആവേശം കയറിയിട്ട് പേസഡാ എന്നും പറയുന്നുണ്ട്. അപ്പം രണ്ടും ഓർത്താലും അവിടെ ആ ഒരു പേസഡ എന്നുള്ളത് ഗുസ്തിക്കാരും ഉണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ. പേസിഡ എന്നുള്ളത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഉണ്ടാവും. ഒരു സീന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് കണക്ട് ചെയ്താൽ മതി എന്നുള്ളൂ. പേശികളെ അസ്ഥിയുമായി കണക്ട് ചെയ്യുന്ന ടെൻഡനുകൾ. അതന്നെയല്ല നമ്മൾ പറഞ്ഞത്, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ എന്നുള്ളത്. അപ്പോൾ ആ പേസിഡ എന്നുള്ളതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആ ഗുസ്തിക്കാരുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഡ എന്നുള്ളത് ടെൻഡനുകൾ എന്ന് കിട്ടിയാൽ മതി. ഇനിയോ, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, മറ്റേത് പേശികളെ അസ്ഥിയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ, അത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇത് ഓർത്താൽ മതി. ഇവിടെ കണ്ടോ, ഈ അസ്ഥി ഒരെല്ലിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് നായക്കൾ. ആ സ്നായുക്കൾ എന്നല്ല പേര്, അത് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നായക്കൾ എന്ന് പഠിച്ചിട്ട് നമുക്കവിടെ പേര് കിട്ടുമല്ലോ, സ്നായുക്കൾ എന്നെന്ത് ചെയ്യാം, അവിടെ ഓർക്കാം. അപ്പോൾ അതും കിട്ടിയില്ലേ? പേശികളെ അസ്ഥിയുമായിട്ട് ടെൻഡനുകൾ എന്നുള്ളത് കിട്ടി. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ, അത് നായക്കൾ എന്ന് വേഗം കിട്ടിക്കോളും. പിന്നെയോ, കണ്ണുകളെയും വൃക്കകളെയുമെല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്ന നാരുകല. അതെന്ത് ചെയ്താൽ മതി, നമ്മുടെ കണ്ണിന് മുന്നിലുള്ള ഈ പീലി ഉണ്ടല്ലോ, അതിങ്ങനെ നാര് പോലെ നമ്മൾ കണ്ടാൽ കണ്ണിനെ ഉറപ്പിച്ച് നിർത്തുന്നത്, കണ്ണിനെയും, കണ്ണ് എന്തായാലും അതിലുണ്ടാവുമല്ലോ, ചോദ്യത്തിലുണ്ടാവും, കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് നാരുകല. ഈ കൺപീലി ഓർത്താൽ നാര് എന്നുള്ളത് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മൂന്നും ആയില്ലേ, ടെൻഡനുകൾ, സ്നായുക്കൾ, നാരുകല. ഇതെല്ലാം യോജക കലകളാണ് എന്നുള്ളത്. ഇനിയോ, യോജകലകളായ അസ്ഥികലയും തരുണാസ്ഥികലയും. അസ്ഥികലയും തരുണാസ്ഥികലയും എന്തൊക്കെ റോൾ ചെയ്യുന്നു? ചലനത്തിന് സഹായിക്കുന്നു. പ്രസ്താവനകളായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അസ്ഥികലയും തരുണാസ്ഥികലയും ചലനത്തിന് സഹായിക്കുന്നു, ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുന്നു, ആന്തരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അസ്ഥിയും തരുണാസ്ഥിയും, അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. വേറെ മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും ആന്തരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു, പിന്നെയോ ചലനത്തിന് സഹായിക്കുന്നു. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. അത് നമ്മളവിടെ പറഞ്ഞു, കണ്ണുകളെയും വൃക്കകളെയും താങ്ങി നിർത്തുന്നത് എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞു. ഇനി ഇവിടെ അടുത്ത പറയുന്ന ഒരു കാര്യം, ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്തൊരു ചോദ്യം നമുക്ക് ഇതന്നെ വന്നിട്ടുണ്ട്. ദ്രാവക കലയായ രക്തവും യോജക കലകളിൽ പെടുന്നു. കണ്ടോ? അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യൂല, അതിന് ഞാൻ വേറെ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾക്ക് ആൾറെഡി എന്ത് ചെയ്തതാണ്, ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ അടുത്ത് തന്നെ ഏതാണ്, ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം തരുണാസ്ഥി, ടെൻഡൻ, നാരുകല, രക്തം. ഏത് ആൻസർ വരുള്ളൂ?
ദ്രാവകാവസ്ഥയിലുള്ള യോജക കല അതന്നെയല്ലേ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. രക്തമേ അവിടെ ആൻസർ വരുള്ളൂ. സോ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ടെൻഡനുകൾ എന്താണെന്ന് പറഞ്ഞു, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത്. രണ്ടാമത് നമ്മളെന്ത് പറഞ്ഞു? അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ പറഞ്ഞു. കണ്ണുകളെയും വൃക്കകളെയും തൽസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് നാരുകല. പിന്നെ അസ്ഥികലയും തരുണാസ്ഥികലയും ചലനത്തിന് സഹായിക്കുന്നു, ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുന്നു, ആന്തരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ദ്രാവക കലയായിട്ടുള്ളത് ഏതാണ്? രക്തമാണ്, യോജകലയിൽ പെടുന്നു. ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്ത ധർമ്മങ്ങൾ. അപ്പോൾ രക്തം നിർവഹിക്കുന്ന ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം. ആ രണ്ട് ധർമ്മങ്ങൾ അവിടെ ഓർത്തിരിക്കണം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലകളാണ് ഏത്? യോജക കലകൾ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലകൾ ഏതാണ്? യോജക കലകളാണ്. അപ്പോൾ ഇവിടെ ഇതിൽ നമുക്കിനി പേശികല, സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു, ശരീരചലനം സാധ്യമാക്കുന്നു. ഇതാണ് ഏത്? പേശികല. ഇവിടെ നമ്മൾ കണ്ടു, അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം, ഇതാണ് രക്തം നിർവഹിക്കുന്ന ധർമ്മങ്ങൾ. അപ്പം രക്തത്തിൻ്റെ രണ്ട് ധർമ്മങ്ങൾ ഓർത്തിരിക്കണം: പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം. അപ്പോൾ യോജക കലകളിൽ പെടുന്നവ പെടാത്തവ എന്ന് പറഞ്ഞ് ചോദിക്കാവുന്നത് അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. ഉണ്ടോ? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ വിവിധ യോജക കലകളാണ്. അപ്പം അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുമല്ലോ. ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്ന ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ അത്ര അവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്കവിടെ നാലെണ്ണം മാത്രം പറഞ്ഞു പോയാൽ മതി. പക്ഷേ സ്ഥിരമായിട്ട് ഈ പേജിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം: ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്. പൊതുജന പങ്കാളിത്തം എന്ന് കണ്ടാൽ തന്നെ ഏതേ വരുള്ളൂ? കമ്മ്യൂണിറ്റി റിസർവുകൾ. ആ ഒരു പേജിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ SCERTയിൽ നിന്ന് ഇപ്പം തന്നെ എത്രയോ തവണ റിപ്പീറ്റ് അടിച്ച് ചോദ്യങ്ങൾ വന്നതാണ് ഈ രണ്ട് പേജുകൾ. നിർബന്ധമായിട്ടും വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. വന്യജീവി സങ്കേതങ്ങൾ, ഇപ്പോൾ നമ്മൾ കണ്ട ചോദ്യം കണ്ടോ? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. അതങ്ങനെ കോപ്പി പേസ്റ്റാണ്. അപ്പോൾ നിർബന്ധമായിട്ടും അവിടെ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഉദാഹരണമാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവ്. വന്യജീവി സങ്കേതങ്ങൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടവയാണ് ഇത്? വന്യജീവി സങ്കേതങ്ങൾ. അപ്പോൾ അവിടെ കാര്യം മനസ്സിലാക്കേണ്ടത്, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായിട്ടുള്ളതാണ് ഇത്? വന്യജീവി സങ്കേതങ്ങൾ. അതിന് എക്സാമ്പിൾ പേപ്പാറ, പെരിയാർ, വയനാട് വന്യജീവി സങ്കേതങ്ങളോട് ഉദാഹരണങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്ത പലവട്ടം റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ചോദ്യമാണ് നാഷണൽ പാർക്കുകൾ. നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ് സംരക്ഷിക്കുന്നത് എന്ന് VOൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നു. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഓർക്കണം എന്ത്? ചരിത്ര സ്മാരകമൊന്നുണ്ട് എന്ന് എന്ത് ചെയ്യൂല, ഒറ്റ വായനയിൽ ആരും വിശ്വസിക്കൂല. ഇത് വന്ന ചോദ്യമാണ്, പ്രസ്താവനയായിട്ട് വന്ന ചോദ്യമാണ്. നാഷണൽ പാർക്കുകൾ സംരക്ഷിക്കുന്നത് ഏതൊക്കെയാണ്? വന്യജീവി സംരക്ഷണം, ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷത, ഇവയൊക്കെ സംരക്ഷിക്കാനായിട്ടാണ് ഏത്? നാഷണൽ പാർക്കുകൾ. ഇരവികുളം, സൈലൻറ്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല, ഇതാണ് കേരളത്തിലെ നാഷണൽ പാർക്കുകൾ. അപ്പോൾ ഈ പേജിലുള്ള സ്ഥിരമായിട്ട് വരാറുള്ളത് നമ്മളവിടെ പറഞ്ഞു. ഇനി ബയോസ്ഫിയർ റിസർവ്, കാവുകൾ, ഹോട്ട്സ്പോട്ടുകൾ. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക
എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ഇത് ബയോസ്ഫിയർ റിസർവുകൾ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് മൂന്നെണ്ണം വരുന്നത്? ആവാസ വ്യവസ്ഥ, ജൈവ വൈവിധ്യം, ജനിതക സ്രോതസ്സുകൾ. ഈ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ട് SCERT അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകൾ കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2 ബയോസ്ഫിയർ റിസർവ് അവിടെ, നീലഗിരി, അഗസ്ത്യമല. ഇനി കാവുകൾ നമ്മളൊരു ഓപ്ഷൻ അവിടെ കണ്ടില്ലേ? മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് ഇത് കാവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കുറച്ച് കാവുകളിലേ നിലനിൽക്കുന്നുള്ളൂ. ജലസംരക്ഷണത്തിൽ വളരെയധികം പങ്കുള്ള ഒന്നാണ് ഇതെന്ന് പറയുന്നത്, കാവുകൾ എന്ന് പറയുന്നത്. ഇനി ഹോട്ട്സ്പോട്ടുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷവും ചോദ്യം വന്നതാണ്. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇത് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഒരുപാട് സ്പീഷീസ് ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകൾ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യയിൽ 3 എന്നാണ് SCERT പറഞ്ഞിരിക്കുന്നത്. പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ. ഒരെണ്ണം കൂടെ അവിടെ വരും, ആൻഡമാൻ നിക്കോബാർ ഉൾപ്പെടുന്ന സുണ്ടാലാൻഡും കൂടെ എന്ത് ചെയ്യാറുണ്ട്? ഈ കൂട്ടത്തിൽ പറയാറുണ്ട്. അപ്പോൾ SCERT നിന്നാണ് ചോദ്യം എങ്കിൽ അവിടെ അത് 3 ഉണ്ടാവുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഏതും കൂടെ വരും? സുണ്ടാലാൻഡും കൂടെ. അപ്പോൾ ഇന്ത്യയിൽ 4 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. 1 പശ്ചിമഘട്ടം, 1 വടക്ക് കിഴക്കൻ ഹിമാലയം, 3 ഇന്തോ ബർമ, 4 സുണ്ടാലാൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഈ ഒരു ചോദ്യം നമ്മൾ ആൾറെഡി ദ്രാവകാവസ്ഥയിലുള്ള യോജകലയ്ക്ക് ഉദാഹരണം എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞു. പിന്നെ ഇതുപോലെ എത്രത്തോളം ചോദ്യപേപ്പർ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യും? ആ ഏരിയയിൽ എക്സ്പേർട്ടൈസ് ചെയ്ത് മാറും. കാരണം കഴിഞ്ഞ LDക്കൊക്കെ ഒരുപാട് പേര് മുമ്പ് നടന്ന പരീക്ഷകളെയൊന്നും ഇങ്ങനെ കീറി മുറിച്ച് പഠിക്കാത്തത് കൊണ്ട് തന്നെ പല ചോദ്യങ്ങളും അവിടെ ചെല്ലുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത് മുമ്പ് വന്നതാണോ അല്ലേന്ന് പോലും അറിഞ്ഞൂടാ. ഞാൻ പറയുന്നത്, നമുക്ക് പഠിക്കാതിരിക്കാൻ ഒരുപാട് ന്യായങ്ങൾ, ഒരുപാട് ന്യായീകരണങ്ങൾ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ പഠിച്ച് ജീവിതം ഒന്ന് രക്ഷപ്പെടുത്താൻ ഓപ്ഷൻ പോലും നമ്മളെക്കൊണ്ട് മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ പരാജയമാണ് നമ്മൾ തന്നെ അംഗീകരിക്കുക. നമുക്ക് പഠനം മാറ്റിവെക്കാൻ ഇന്നൊരു സുഖമില്ല, ഇന്നൊരു മയക്കം വരുന്നു, ഇഷ്ടംപോലെ ന്യായീകരണങ്ങൾ ഉണ്ടാവും. പക്ഷെ പഠിക്കാൻ ഒരൊറ്റ പോസിറ്റീവ് കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ അത് മാത്രം മതി മുന്നോട്ട് പോകാൻ. ഇപ്പം എന്തായാലും എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട? പഠനത്തിലേക്ക് എടുക്കണ്ട. നമുക്കായിട്ടൊരു വഴി ആൾറെഡി തുറന്ന് വരും. പക്ഷേ നമ്മളായിട്ടത് തുറക്കാനുള്ള പണിയെടുക്കണം. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? സൗണ്ട് പോയി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വീണ്ടും കാണാം. താങ്ക് യു.